അസ്സലാമു പലസ്തീൻ പോലെ തന്നെ സുഡാനും ഒരു വേദനയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ദുഷ്ടന്മാരായ ഇസ്ലാം തീവ്രവാദികൾ കൊടും ക്രൂരത ചെയ്ത് കുറെ മനുഷ്യരെ കൊന്നുകളയാണ്. ഒരു മനുഷ്യനെ എങ്ങനെ നരകിപ്പിച്ച് കൊല്ലാമോ അങ്ങനെയൊക്കെ പല രീതിയിൽ കൊന്നുകളയാണ്. ഇവരുടെ വിചാരം ദൈവമില്ലെന്ന് വിചാരിച്ചിട്ടാണോ, അതോ ഇവരിപ്പോൾ ചെയ്യുന്ന ഈ ക്രൂരതകൾ നാളെ റബ്ബ് നിങ്ങളോട് കാണിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ? ഈ ലോകത്തിലെ ഏറ്റവും മന്ദബുദ്ധികളായ മനുഷ്യന്മാരാണ് ഈ ഇസ്രായേൽ തീവ്രവാദികളും ഈ ഇസ്ലാം തീവ്രവാദികളുമെല്ലാം. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ മനുഷ്യരും റബ്ബിൻ്റെ സൃഷ്ടികളാണ്. മതമുണ്ടാക്കിയത് നമ്മൾ മനുഷ്യരാണ്. നമ്മൾ മനുഷ്യരെ കാണുന്നത് മതപരമായിട്ടായിരിക്കും, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ റബ്ബ് കാണുന്നത് റബ്ബിൻ്റെ സൃഷ്ടികളായിട്ടാണ്. ഇത് മുസ്ലിമാണ്, ഇത് ക്രിസ്ത്യൻ ആണ്, ഹിന്ദു ആണെന്ന് വിചാരിച്ചിട്ടില്ല റബ്ബ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവരെ തൊടാൻ ആർക്കാണ് അധികാരം? റബ്ബിന് മാത്രമേ ഉള്ളൂ. റബ്ബാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പം റബ്ബിന് മാത്രമേ ഉള്ളൂ അവരെ ശിക്ഷിക്കാനും ജീവൻ എടുക്കാനും. റബ്ബിന് മാത്രമേ അധികാരമുള്ളൂ. ഒരു മനുഷ്യർക്കും അതിനുള്ള അർഹതയില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ സ്വർഗത്തെയും നരകത്തെയും കളിയാക്കുന്ന കുറേ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അതായത് ഇതൊക്കെ മനുഷ്യന്മാർ പറഞ്ഞുണ്ടാക്കി കുറെ കെട്ടുകഥകളാണെന്ന് അവർ പറയുന്നത്. അതായത് ഈ പലസ്തീനിലും സുഡാനിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, അപ്പോൾ എന്തുകൊണ്ട് റബ്ബ് അവിടെ സൈലന്റ് ആയിട്ടിരിക്കുന്നു, ഒരു ആക്ഷനും എടുക്കാണ്ട്? നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ സ്വർഗവും നരകവും ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് റബ്ബിന്റെ നരകം അത്ര ചെറുതല്ല. അതായത് ഇവർക്ക്, ഈ ദുഷ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഈ പാവങ്ങൾ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്താൻ അറിയാമെങ്കിൽ റബ്ബിനും അറിയാം നരകിപ്പിക്കാൻ, അതിലും നന്നായിട്ട്. അപ്പോൾ ഇതിലും ഏറ്റവും വലിയ വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം പിന്നിൽ ഇസ്ലാം മതമാണ്, അല്ലെങ്കിൽ ഖുറാനാണ്. കുറെ പേര് തൊലിഞ്ഞ ഖുറാൻ എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്താ യുദ്ധം പറയാൻ പറ്റുമോ? എന്താ യുദ്ധം? ശരിയാ, ഖുറാനിൽ പറയുന്നുണ്ട് യുദ്ധത്തെക്കുറിച്ച്, യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട്. അത് പറയുന്നത് എന്താണ്? മറ്റൊരു കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനല്ല പറയുന്നത്, റബ്ബിന് വേണ്ടി നിങ്ങൾക്ക് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞത്. അത് നല്ല കാര്യമല്ലേ? ദൈവത്തിന് വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യാം, അത് ഏത് ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. പക്ഷെ അത് പാവങ്ങളെ ജനങ്ങളെ കൊന്നുകളഞ്ഞല്ല യുദ്ധം ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് പണ്ടത്തെ കാലത്ത്, ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ യുദ്ധം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു റസൂലുള്ള ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്യുമായിരുന്നു. ആണോ? വടിവാളും കുതിരപ്പുറത്തൊക്കെ ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്യുമായിരുന്നു? അല്ല. എന്താണ്? ഒരു ഓപ്പോസിറ്റ് ടീം ഉണ്ടാവണം, അല്ലേ? ആ ടീമിനെയാണ് നിങ്ങൾ പറയുന്നത്. അവിടെയും ഉണ്ടാവുള്ളൂ ഒരു തലവൻ. അതുപോലെ തന്നെ ഞാൻ കാര്യം ചോട്ടെ, ഒരാൾ വന്നിട്ട് റസൂലിനോട് പറയണം യുദ്ധം ചെയ്യാന്ന് പറയുമ്പോൾ റസൂൽ അവിടെ നോക്കി നിൽക്കണോ? റസൂൽ യുദ്ധം ചെയ്തത് റബ്ബിന് വേണ്ടിയാണ്, സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് റസൂൽ യുദ്ധം ചെയ്തത്. അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ പെൺകുട്ടികളെ കൊന്നുകളയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ജനിക്കുമ്പോൾ തന്നെ കൊന്നുകളയുമായിരുന്നു, അല്ലേ? പിന്നെ അതുപോലെ തന്നെ മനുഷ്യരെ അടിമകളാക്കി വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം റിലീസാക്കിയത് റസൂലിനെയാണ്. അതൊന്നും നിങ്ങളുടെ കണ്ണി കാണൂല, അതങ്ങ് വലിച്ചങ്ങ് കീറി കളഞ്ഞു. എല്ലാം യുദ്ധം ചെയ്താൽ മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ. അപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ രണ്ട് ഓപ്പോസിറ്റ് ടീമുകൾ തന്നെയാണ് യുദ്ധം. ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും, റബ്ബിന് വേണ്ടി ഒരുപാട് ആളുകൾ ഷഹീദായി പോയിട്ടുണ്ട് യുദ്ധത്തിൽ. അതാണ് യഥാർത്ഥ യുദ്ധം. ഇവിടെ എന്താ നടക്കുന്നത്? യുദ്ധമാണോ? അതായത് ഒരു ടീം കുറെ ബലഹീനരായ പാവങ്ങളായ ഒരു തെറ്റും ചെയ്യാത്ത കുറെ മനുഷ്യരെ ക്രൂരമായി കൊല്ലുന്നു. ഇതെവിടെയാണ് യുദ്ധമുള്ളത്? റബ്ബിന് വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത് ആണോ? അതോ ഖുർആൻ പറഞ്ഞതുപോലെയാണോ അവർ യുദ്ധം ചെയ്യുന്നത്? റസൂലുള്ള യുദ്ധം ചെയ്യുന്ന പോലെയാണോ ഇവർ യുദ്ധം ചെയ്യുന്നത്? ആണോ? അല്ല, ഇത് യുദ്ധമേ അല്ല, അല്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ എങ്ങനെയാണ് ഇസ്ലാം മതവും അള്ളയും റസൂലയും ഖുറാനും ഒക്കെ ആവുന്നത്? അപ്പോൾ അവരിത്തരം ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന അപ്പം എന്തിനാണ്? പവർ, അല്ലേ? പവറിന് വേണ്ടിയാണ് ഇത്രയും ക്രൂരമായ പ്രവർത്തികൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മരിക്കുമല്ലോ, ഒരു ദിവസം മരിക്കും, എന്തായാലും മരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന പവറും മനുഷ്യരെ വെട്ടിലാക്കി നിങ്ങൾ എന്തൊക്കെ നേടിയാലും അതെല്ലാം എന്ത് ചെയ്യുക? ഒരു ചാക്കിനകത്തോ ബാഗിനകത്തോ കെട്ടിപ്പറക്കി ആ കൊണ്ടുപോകണം. നമുക്ക് കാണണേ. അങ്ങോട്ട് ചെല്ല് പവറും കൊണ്ട്. അപ്പോൾ റബ്ബ് എന്ത് ചെയ്യും? അതങ്ങ് ഉരുക്കി അങ്ങ് കളയും, കേട്ടോ? ഓക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് ഖുർആനിലെ എന്താണ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്തിനായിരുന്നു യുദ്ധം ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ പ്രൂഫ് സഹിതമാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ പ്രൂഫ് സഹിതം ഞാനത് വീഡിയോ ചെയ്തിട്ടും എന്താണ്
എല്ലാവരും കമൻറ്റ് പറയാണ്, അത് താത്ത ഇരുന്നങ്ങ് വെളുപ്പിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കി പറയുമ്പോഴല്ലേ അത് വെളുപ്പീരാകുന്നത്. നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ എൻ്റെ പ്രൂഫ് കൊണ്ടുപോയി നിരത്തി വെച്ചിട്ടും എന്താണ് എന്നിട്ട് വേറെ താത്ത ഇരുന്ന് വെളുപ്പിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് അതുപോലെ തന്നെ ഞാൻ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി പുതിയൊരു ഖുർആൻ അച്ചടിക്കുക എന്ന് കുറേ പേര് പറയാൻ കേട്ടു. അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഞാൻ റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാളാണ്. ഓക്കെ, അതായത് റബ്ബിൻ്റെ നിയമങ്ങൾ ആർക്കും തിരുത്താൻ പറ്റില്ല. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വരും. അതായത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, എന്താണ് പഴയ നിയമങ്ങൾ നമുക്ക് ഇപ്പം അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഈ പറയുന്ന കാലഘട്ടമൊക്കെ വളർന്നു അല്ലെ, ഒരുപാട് ഡെവലപ്മെൻ്റ് ആയി. അപ്പോൾ നമുക്ക് ആ പഴയ നിയമത്തിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നിയമം ഒന്ന് തന്നെയാണ്, ബട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും എന്നാണ് ഖുർആൻ പറയുന്നത്. അതുമായി റിലേറ്റഡ് ആയുള്ള വീഡിയോസ് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. നിയമങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എടുത്തു നോക്കൂ, ക്ലാരിറ്റി കിട്ടണമെങ്കിൽ മതി. ഓക്കെ, ഞാൻ വായിക്കാൻ പോണേ. സത്യവിശ്വാസികളെ, മർദ്ദനം ഇല്ലാതാക്കുകയും മതം മനുഷ്യരുടെ കയ്യേറ്റം വിട്ട് അള്ളാഹുവിന് അധീനപ്പെടുകയും ചെയ്യും വരേക്കും നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്തു കൊള്ളുക. അവസാനം അവർ വിരമിച്ചാൽ നിങ്ങൾ വിരമിക്കുക. പിന്നീട് അവർക്കിടയിലുള്ള അക്രമികളോടല്ലാതെ മറ്റാരോടും യാതൊരു കയ്യേറ്റവും പാടില്ല തന്നെ. കണ്ട ഇതിനകത്ത് യുദ്ധം ചെയ്യാനല്ലേ പഠിപ്പിക്കുന്നേ? ഇതിൻ്റെ വിശദീകരണമുണ്ട്, നമുക്ക് അതും കൊണ്ട് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മുസ്ലിങ്ങൾ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ച് ലോകത്തെ ചില തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നത് കാണാം. മുസ്ലിങ്ങളുടെ അടിസ്ഥാന പ്രമാണം അവരുടെ വേദമാണ്. ഖുർആന്റെ സിദ്ധാന്തങ്ങൾക്കെതിരായി മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുന്നുവെന്ന് വെക്കാൻ ഒരിക്കലും നിവർത്തിയില്ലല്ലോ. അവർ നടത്തിയ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ഈ വാക്യം ശരിക്കും സ്പഷ്ടമാകുന്നുണ്ട്. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതായത് മതസ്വാതന്ത്ര്യമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മുസ്ലിങ്ങൾ സ്വീകരിച്ച മതം നശിപ്പിക്കുവാനാണ് ശത്രുക്കൾ സമരം ചെയ്തിരുന്നത്. അത് നിലനിർത്തുവാൻ വേണ്ടി മുസ്ലിങ്ങളും അതിനുവേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അതായത് മതം നശിപ്പിക്കാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്തു? അതിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്ത് ആ സ്വാതന്ത്ര്യം നേടിയെടുത്തു. അത്രേ ഉള്ളൂ. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വായിക്കുകയാണ്. മർദ്ദനം കൊലയേക്കാൾ കടുത്തതാണ്. ഇതിന്റെ വിശദീകരണം മാത്രം നമുക്ക് നോക്കാം. മുസ്ലിങ്ങൾ ജീവിക്കുന്നത് നീതിക്കും ന്യായത്തിനും വേണ്ടിയായിരിക്കണം. ഏതെങ്കിലും ഒരു ജനതയോട് ശത്രുത ഉണ്ടെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്തു പോകരുത് എന്ന് റബ്ബ് വാൺ ചെയ്യണം അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാനുള്ള കാരണം, അതായത് ശത്രുത ഉണ്ടെങ്കിൽ പോലും അവരെ മർദ്ദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഖുർആൻ, ലോക സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന ഖുർആൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന ഖുർആൻ എങ്ങനെയാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? പറ.